IPL 2024 ഹർദിക് പാണ്ഡ്യ ഉണ്ടാകില്ലെന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പ്ലാൻ ബി തേടുകയാണ് മുംബൈ ഇന്ത്യൻസ്. തുടർ പരിക്കുകൾ കാരണം കളിക്കാത്തതുകൊണ്ടായിരുന്നു 3 വർഷങ്ങൾക്ക് മുൻപ് ഹർദിക്കിനെ മുംബൈ തള്ളിക്കളഞ്ഞത്. എന്നാൽ അടുത്ത 2 സീസണിലും കംപ്ലീറ്റായി താരം കളിച്ചു. 2 തവണയും ഫൈനലും കളിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് താരത്തെ തിരികെ എത്തിച്ചത്. എന്നാൽ പണി വീണ്ടും കിട്ടി. ഹർദിക്കിനു പകരം ഒരു പ്ലാൻ ബി ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല. ക്യാപ്റ്റനെ അടക്കം തീരുമാനിക്കേണ്ടതുണ്ട്. ഹർദിക്കിനു പകരം ആര് ക്യാപ്റ്റൻ എന്ന സാധ്യത പരിശോധിക്കുകയാണ് ഈ വീഡിയോ. എല്ലാ IPL അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 1 ചോയ്സ് രോഹിത് ശർമ്മ തന്നെയായിരിക്കും. എന്നാൽ ഇനി രോഹിത് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമോ എന്നാണ് ചോദ്യം. അത്രയും അപമാനിച്ചാണ് രോഹിത്തിനെ മാറ്റിയത്. ധൃതി പിടിച്ചായിരുന്നു ഹർദിക്കിനെ നായകനായി പ്രഖ്യാപിച്ചതും. അതുകൊണ്ട് ഒരു സെക്കൻഡ് ചോയ്സായി ക്യാപ്റ്റനാകാൻ രോഹിത് തയ്യാറായാൽ മുംബൈക്ക് പേടിക്കേണ്ട. ക്യാപ്റ്റൻസി പാർട്ട് സേഫ് ആയിരിക്കും, ഒരുപക്ഷെ ബെറ്ററുമായിരിക്കും. എന്നാൽ ഹിറ്റ്മാൻ നോ പറഞ്ഞാൽ ഇനി എന്ത്? സീനിയറായ 2 താരങ്ങളാണ് ടീമിലുള്ളത്, സൂര്യകുമാർ യാദവ് ആൻഡ് ജസ്പ്രീത് ബുംറ. ഹർദിക്കിന്റെ തിരിച്ചുവരവിൽ 2 പേരും അത്ര ഹാപ്പി ആയിരുന്നില്ല. അത് സോഷ്യൽ മീഡിയയിലും അവർ പങ്കുവച്ചിരുന്നു. ഇന്ത്യയുടെ T20 സൈഡിനെ നല്ല രീതിയിൽ തന്നെ സ്കൈ നയിച്ചിട്ടുണ്ട്. കാം ആൻഡ് കമ്പോസ്ഡ് ആണ് താരം. യങ് പ്ലേയേഴ്സിനെ വളരെ കംഫർട്ടായി നിർത്തുന്നതും എടുത്തു പറയണം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പരമ്പരയിൽ ഒപ്പമെത്തി. ക്യാപ്റ്റൻസി ബാറ്റിങ്ങിനെ ബാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ. കഴിഞ്ഞ പരമ്പരയിൽ ഒരു സെഞ്ചുറി അടക്കം നേടി മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു സ്കൈ. ക്യാപ്റ്റൻസി ബാറ്റിങ്ങിനെ ബാധിക്കുന്നു എന്നതായിരുന്നു രോഹിത്തിൽ മുംബൈ കണ്ടെത്തിയ പ്രശ്നം. അത് നോക്കിയാൽ സ്കൈ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ആയിരിക്കും. ബുംറയെ സംബന്ധിച്ച് ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തിട്ട് വർഷങ്ങളായി. ഒരു കാലത്ത് ടീം ഇന്ത്യയുടെ അടക്കം വൈസ് ക്യാപ്റ്റനായിരുന്നു ബുംറ. എന്നാൽ പരിക്കാണ് ലീഡർഷിപ്പ് ഗ്രൂപ്പിൽ നിന്ന് താരത്തെ പുറത്താക്കിയത്. മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തു നിന്നും വൈകാതെ തന്നെ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. ആരാകണം ക്യാപ്റ്റൻ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ.